ഡിസംബർ മാസം തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്ന കുറച്ച് സിനിമകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡിസംബർ 5-ന് ഇറങ്ങുന്ന കലംകാവലാണ്. കഴിഞ്ഞ മാസം ഇറങ്ങേണ്ട പടമായിരുന്നു, ബട്ട് പോസ്റ്റ്പോണ്ട് ആയിട്ട് ഈ മാസമാണ് ഇറങ്ങുന്നത്. അതേ ദിവസം തന്നെ രൺവീർ സിംഗിന്റെ ആക്ഷൻ ത്രില്ലറായ ദുരന്തർ എന്ന ബോളിവുഡ് മൂവി കൂടെ ഇറങ്ങുന്നുണ്ട്. അന്ന് തന്നെ ഇന്ദ്രജിത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ധീരം എന്ന പടം കൂടി റിലീസ് ആവുന്നുണ്ട്. ഡിസംബർ 12-ന് കാർത്തിന്റെ വാവാത്തിയാർ എന്ന പടം റിലീസ് ആവുന്നുണ്ട്. ഒരു ആക്ഷൻ കോമഡി മൂവിയാണെന്നാണ് തോന്നുന്നത്. ആൻഡ് അന്നേ ദിവസം തന്നെ മലയാളം മൂവി റേച്ചൽ ഇറങ്ങുന്നുണ്ട്. ഹണി റോസ് നായികയായി വരുന്ന ഒരു റിവെഞ്ച് ബേസ്ഡ് മൂവിയാണിത്. ആൻഡ് ഡിസംബർ 18-ന് ദിലീപിന്റെ ബബ്ബബ്ബ ഇറങ്ങുന്നുണ്ട്. മോഹൻലാലിന്റെ ക്യാമിയോ ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും ഇത്. അന്ന് തന്നെ പ്രദീപ് രംഗനാഥന്റെ ലവ് ഇൻഷുറൻസ് കമ്പനി റിലീസ് ആവുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ നടക്കുന്ന റൊമാൻസ് സൈഫൈ മൂവിയാണിത്. ട്രെയിലറൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല മേക്കിംഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഡിസംബർ 19-ന് ജെയിംസ് ക്യാമറോന്റെ അവതാർ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ പടമായ അവതാർ ഫയർ ആൻഡ് ആഷ് ഇറങ്ങുന്നുണ്ട്. ഈ പടത്തിന്റെ വിജയം അനുസരിച്ച് ക്യാമറോൺ ഇനി ബാക്കി അവതാർ പടം ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കൂ എന്ന് പറയുന്നുണ്ട്. ഡിസംബർ 25-ന് മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ മൂവിയായ വൃഷഭമാണ് റിലീസ് ആവുന്നത്. തെലുങ്കിലും മലയാളത്തിലുമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫാന്റസി ആക്ഷൻ മൂവിയാണിത്. ട്രെയിലർ കണ്ടിട്ട് പ്രതീക്ഷ വെക്കണോ വേണ്ടോ എന്നറിയില്ല. ഇനിവേ പടം ഇറങ്ങുമ്പോൾ അറിയാം. സെയിം ഡേ തന്നെ അനാക്കോണ്ടന്റെ ഒരു റീബൂട്ട് വേർഷൻ വരുന്നുണ്ട്. പഴയ പടം വെച്ച് നോക്കുമ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഇത് കുറച്ചുകൂടെ ഒരു കോമഡിക് ആൻഡ് അൺസീരിയസ് വേർഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഡിസംബർ 25 തന്നെ നിവിൻ പോളിന്റെ സർവമായ റിലീസ് ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് 1.5 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മൾക്കൊരു നിവിൻ മൂവി കിട്ടുന്നത്. ഒരു ഫാന്റസി ഹൊറർ കോമഡി മൂവി ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് എ ഗുഡ് വൺ. അന്ന് തന്നെ ഇന്ത്യയിലെ യങ്ങസ്റ്റ് പരംവീർ ചക്ര കിട്ടിയ സെക്കൻഡ് ലഫ്റ്റനന്റ് അരുൺ കേദാർപാലിന്റെ കഥ പറയുന്ന ഇക്കിസ് എന്ന വാർ മൂവി ഇറങ്ങുന്നുണ്ട്. ആൻഡ് കിച്ച സുദീപിന്റെ ആക്ഷൻ ഡ്രാമ മൂവിയായ മാർക്കും അന്നാണ് ഇറങ്ങുന്നത്. പിന്നെ ഉണ്ണി മുകുന്ദൻ അപർണ ബാലമുരളിയുടെ റൊമാൻസ് ഡ്രാമ മൂവിയായ മിണ്ടിയും പറഞ്ഞും അന്ന് തന്നെയാണ് ഇറങ്ങുന്നത്.